ഇന്ന് നവരാത്രി പൂജയോടനുബന്ധിച്ച് പുസ്തകം പൂജയ്ക്ക് വെക്കുകയാണേ. അതിൻ്റെ കുറച്ച് തിരക്കിലാണ് ഞാൻ. വിളക്കും താലവും കിണ്ടിയൊക്കെ തുടച്ച് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അതിനുശേഷം പൂജയ്ക്കുള്ള കുറച്ച് തുളസിൻ്റെ ഇലയെല്ലാം പറിച്ച് അതെല്ലാം നേരെയാക്കി വെക്കും. വാസ്തവത്തിൽ പുസ്തക പൂജ വന്നാൽ കുട്ടികൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉള്ള ദിവസങ്ങളാണല്ലേ. അത്രയും ദിവസം അവർക്ക് പഠിക്കുകയും എഴുതുകയും ഒന്നും ചെയ്യണ്ടല്ലോ. മോള് പറഞ്ഞേ, ഇനി എനിക്ക് 2 ദിവസം കുറച്ച് സ്വസ്ഥമായിരിക്കാമല്ലോ എന്ന്. എൻ്റെ ചെറുപ്പകാലത്തും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഞങ്ങൾ പിള്ളേർ പൂജ വരാൻ കാത്തിരിക്കും പഠിക്കാതിരിക്കാനായിട്ട്. പിന്നെ ഞാനും ചേച്ചിയും കൂടെ പൂ പറിക്കലും മാല കെട്ടലും ഒക്കെ ആയിട്ട് വീട്ടിൽ വലിയ ആഘോഷം തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് പൂജ വയ്ക്കുന്നതിൻ്റെ ശാസ്ത്രീയ രീതികളൊന്നും അറിയില്ല കേട്ടോ. എന്നാലും അറിയുന്ന രീതിയിൽ പണ്ട് അച്ഛനും അമ്മയൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഞാനും അങ്ങ് ചെയ്യും. പിന്നെ വിജയദശമി ദിവസം ആയാൽ പൂജ കഴിഞ്ഞ് എടുക്കുന്ന ദിവസം വെള്ളപ്പയറിൽ ശർക്കരയിട്ട പുഴുക്കും അവിലും തേങ്ങയും മലരും പൊരിയും കരിമ്പും ഒക്കെ ഇട്ട് ചേർത്ത് പ്രസാദം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. പൂജ കഴിഞ്ഞ് പുസ്തകങ്ങളിൽ കുറിയിടുന്ന ചടങ്ങാണ് അതിലും രസം. അച്ഛൻ പറയേ, ഒരു പുസ്തകത്തിൽ മാത്രം കുറിയിട്ടാൽ മതി, പിന്നെ പോയിരുന്ന് പഠിക്കേ. കുറച്ച് പഠിച്ചു എന്ന് വരുത്തി ഉള്ള പുസ്തകങ്ങളിൽ മുഴുവൻ ഒരു ചന്ദനക്കുറിയും നടുവിലൊരു കുങ്കുമക്കുറിയും തൊട്ട് ഉച്ച വരെ അതും കൊണ്ടിരിക്കും. കുറി വെച്ച് അത് ഉണങ്ങാതെ പിന്നെ എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക? അതിനിടയിൽ ഞാനും അനിയനും കൂടെ കുറച്ച് വഴക്കും ഉണ്ടാക്കും. അവൻ ആദ്യം പുസ്തകത്തിൽ കുറിയിടണം, ഞാൻ പറയും എനിക്ക് ആദ്യം ഇടണമെന്ന്. അങ്ങനെ രണ്ടാളും കൂടെ മത്സരിച്ച് കുറിയിട്ട് ഏകദേശം ചന്ദനവും കുങ്കുമവും ഒക്കെ കഴിയാറായിട്ടുണ്ടാവും. ബാക്കിയുള്ള കുറി ഉള്ള വാതിലിലും ജനലിലും അച്ഛൻ്റെ വണ്ടിയിലും എന്ന് വേണ്ട മിക്സി ഗ്രൈൻഡർ TV തുടങ്ങി പപ്പടം കുത്തിയുടെ തലപ്പിൽ വരെ ഇട്ട് തീർക്കും. അങ്ങനെ നവരാത്രി പൂജ ഒരു രസവും ആഘോഷമൊക്കെ ആയിട്ട് അങ്ങോട്ട് തീർക്കും. പഴയ ഓർമ്മകളെല്ലാം ഒന്നുകൂടെ ഓർക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.